ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നില്ല, പെർഫോം ഭയങ്കര അപ്സെറ്റായിരുന്നു. അവരുടെ ഫ്രണ്ട്സൊക്കെ വന്ന് അവർ ചീറപ്പ് ചെയ്ത് നിറയെ ബോയ്സിനൊക്കെ ഡേറ്റിംഗ് നടക്കുന്നില്ല. അപ്പോൾ ഇന്ന് എപ്പിസോഡിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് അവൾക്ക് ഓരോ ഡ്രസ്സ് എടുത്തിട്ട് അവളെ ഡേറ്റിങ്ങിന് പോകാൻ റെഡിയാക്കി കൊടുക്കുക. ഈ ഡ്രസ്സിലാണ് നീ പ്രിറ്റി, ഈ ഡ്രസ്സിലാണ് നീ പ്രിറ്റി എന്ന് പറഞ്ഞിട്ട് മാറി മാറി ഓരോരുത്തർ ഓരോന്ന് പറയാണ്. ലാസ്റ്റ് അവളൊരു ഡ്രസ്സ് ഇട്ട് ചൂസ് ചെയ്ത് അങ്ങനെ ഡേറ്റിങ്ങിന് വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവളുടെ രണ്ട് ഫ്രണ്ട്സ് കൂട്ടത്തിന് വരുന്നുണ്ട്. എടാ നീ പോയി നോക്ക്, അവനാണ് മാവൻ, അവനെ നീ വന്നിട്ട് പോയി നോക്ക്, നല്ല കാണാൻ തന്നെ കുഴപ്പമില്ല, നീ പോയി പരിചയപ്പെടും, നല്ല നിനക്ക് ഓക്കെ ആകുള്ളൂ എന്ന് പറഞ്ഞാൽ അവളുടെ ഫ്രണ്ട്സ് വന്നിട്ട് അവളെ ചീറപ്പ് ചെയ്ത് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ അവൻ കാണാൻ റിച്ചാണ്, ലുക്ക് ഉണ്ട്, നീ പോകുമെന്ന് പറഞ്ഞിട്ട് അവന് പറഞ്ഞുകൊണ്ടു. അങ്ങനെ അവളും പോയിട്ട് അവനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ പേരാണ് മാവിൻ. അങ്ങനെ നീയാണോ മാവിൻ, ഹലോ മാവിൻ, ഹലോ ഹലോ അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മാമി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേര്? എൻ്റെ പേര് പർഫാൻ. ഓ വാട്ട് എ ക്യൂട്ട് നെയിം, കാണാൻ നല്ല രസമുണ്ട്, നിങ്ങളെ പോലെ തന്നെ അങ്ങനെ പറയാം. ഓ ശരി, ഓക്കെ, എന്നാൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോയില്ല? ഇല്ല, എനിക്കിപ്പോൾ കഴിക്കണം എന്നൊന്നും തോന്നുന്നില്ല, എനിക്ക് വിശക്കുന്നില്ല. ആണോ, നമുക്ക് ലേറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാലോ, ഇവിടെ നല്ല റെസ്റ്റോറൻറ്റ് എനിക്കറിയാം, നമുക്ക് രണ്ടുപേർക്ക് പോകാമല്ലോ. ശരി, ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പല്ലേ? ഞാൻ നിറയെ കഴിക്കും, ഓർഡർ കഴിയാം, കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല നിങ്ങൾ ഓർഡർ ചെയ്തോളൂ അങ്ങനെ പറയാം. ശരി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കഴിക്കാനിരിക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് റെഡി വരും. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സിനും കൂടെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മവിൻ ഞാൻ വന്നിട്ട് റെസ്റ്റ് റൂമിലോട്ടൊന്ന് പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കണം. ശരി, ഓക്കെ, നീ പോയിട്ട് പോവാ അങ്ങനെ പറയുമ്പോൾ പോയിട്ട് അവളുടെ രണ്ട് ഫ്രണ്ട്സ് അവിടെ ഒളിഞ്ഞു നോക്കുന്നുണ്ടല്ലോ. ആ ഫ്രണ്ട്സിനെയും പോയി കുട്ടിനും, എടാ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂട്ടിയിട്ട് വരുന്നുണ്ട്. ഓ അങ്ങനെയാണ് വരുന്നത്, ഓക്കെ, അവനെ തിന്ന് മുടിപ്പിക്കുക എന്നുള്ള ഐഡിയയിലാണ് അവർ രണ്ടുപേരും വരുന്നത്. വന്നിരുന്ന് കഴിക്കുന്നു, നോൺ സ്റ്റോപ്പ് കഴിക്കുന്നു, എല്ലാം ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അവനക്ക് വേറെ വാരി കൊടുക്കുന്നുണ്ട്. ഒരാളെ മടുപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ് ചെയ്യുന്നത്. അങ്ങനെ കഴിച്ച് ലാസ്റ്റ് അവരെല്ലാം ബായൊക്കെ പറഞ്ഞ് പോവാണ്. എന്നാൽ ശരി, എനിക്ക് വയർ ഫുള്ളായി, ഞങ്ങൾ പോട്ടെ, ഇനി നിങ്ങൾ അടുത്ത പ്രാവശ്യം ഞങ്ങളെ ട്രീറ്റ് ചെയ്യണേ അങ്ങനെയൊക്കെ പറഞ്ഞ് അവളുടെ രണ്ട് ഫ്രണ്ട്സും കൂടെ ബായ് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, നമുക്ക് വല്ല മൂവിക്കും പോയാലോ? അയ്യോ, ഇവൻ്റെ കയ്യിൽ ഇനിയും കാശുണ്ടോ മൂവിക്കൊക്കെ പോകാൻ? ശരി വാ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇല്ല സാറില്ല, വാ എന്ന് പറഞ്ഞിട്ട് പർഫാനെ കൂട്ടിയിട്ട് മാവിൻ വന്നിട്ട് പോകുന്നുണ്ട്. നേരെ തിയേറ്ററിൻ്റെ മുന്നിലോട്ടാണ് പോകുന്ന സമയത്ത് നമ്മൾ നമ്പങ്ങും കുഞ്ഞും കൂടെ യഥാർത്ഥമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്പൻ പറയുന്നുണ്ട്, കുൻ നീ മൂവി കാണാൻ വന്നതാണോ, വാ നമുക്ക് മൂവി കാണാൻ പോവാം അങ്ങനെ പറയാം. അപ്പം കുഞ്ഞ് പറയും, എനിക്ക് ആക്ഷൻ മൂവിയാണ് ഇഷ്ടം, നിനക്ക് റൊമാൻറ്റിക് മൂവി ഇഷ്ടം, നമ്മൾ രണ്ടുപേരുടെ ചോയ്സ് തന്നെ വേറെ വേറെയാണ്, അതുകൊണ്ട് വേണ്ട അങ്ങനെ പറയും. അപ്പോൾ നമ്പങ്ങ് പറയും, ഇല്ല കുഞ്ഞ്, എനിക്കിന്ന് നിൻ്റെ കൂടെ ആക്ഷൻ മൂവി കാണാൻ തോന്നുന്നുണ്ട്, വാ നമുക്ക് പോവാം അങ്ങനെ പറയുന്ന സമയത്താണ് ഐറിനും മാവിനും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് ചെറിയൊരു കുശുമ്പൊക്കെ കുത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഓ ഐറിൻ, സോറി പർഫാൻ, ആരാ ഇത്, ഭയങ്കര ഹാൻസം ആയിട്ടുള്ള ബോയാണ്, അവനെ ഞങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂലേ എന്ന് ചോദിക്കും. അപ്പോൾ പർഫാൻ പറയും, ഇതെൻ്റെ സീനിയറാണ് മാവിൻ, ഇത് എൻ്റെ ഫ്രണ്ട്സാണ് കുന്നും നമ്പാങ്ങും അങ്ങനെ പറയും. ശരി, ഓക്കെ, നമുക്ക് മൂവിക്ക് പോകാം. ഇല്ല, എനിക്ക് മൂവി ഇഷ്ടമല്ല, നമുക്ക് ഷോപ്പിങ്ങിന് പോവാം അങ്ങനെ പറഞ്ഞിട്ട് പർഫാനും മാവിനും കൂടെ ഷോപ്പിങ്ങിനോട്ട് പോവാണ്. അപ്പോൾ ഇവനിക്ക് അവരെ ഇതാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ നമ്പങ്ങനോട് റൊമാൻറ്റിക് മൂവിന് പോകാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇവർ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവനക്കൊരു ഇറിറ്റേറ്റായി. അവൻ പറയും, നമ്പ എനിക്ക് മൂവി കാണാൻ മൂടില്ല, ഞാൻ പോവാണ് പറഞ്ഞിട്ട് പോകും. അപ്പോൾ നമ്പ അവൻ്റെ പിന്നാലെ തന്നെ നിൽക്കുന്നു പറഞ്ഞാൽ അവൻ്റെ പിന്നാലെ തന്നെ ഓടാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ പോകുന്ന ഒരു മുകളിലോട്ടാണ്. ലാസ്റ്റ് അങ്ങനെ എല്ലാവരും കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് എത്തുന്ന ഒരു മുകളിലോട്ടാണ്. മുകളിൽ നോക്കുമ്പോൾ നമ്മൾ നമ്പാങ്ങാണ് ഫസ്റ്റ്. ഈ കുഞ്ഞെവിടെ പോയി എന്ന് പറഞ്ഞാൽ നമ്പാങ് വന്നിട്ട് കുഞ്ഞിൻ്റെ സൈഡിൽ തിരയുന്നുണ്ട്. അതേപോലെ പർഫാൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേരും ഇവരെവിടെ പോയി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അവരെ തിരിഞ്ഞുകൊണ്ട്. അതേ സമയത്താണ് നമ്മുടെ തന്നും കവിനും കൂടെ കയറി വരുന്നത്. കവിൻ കയറി വന്ന് അവർ രണ്ടുപേരും ഭയങ്കര ഡേറ്റിങ്ങിന് വേണ്ടി പുറത്ത് വരികയാണ്. പുറത്ത് വന്ന് അവർ ഭയങ്കര ജോളിയായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പർഫാൻ്റെ ഫ്രണ്ട് അവളെ കാണും. ഹേയ്, ഇത് ഐറിൻ്റെ ബോയ് ഫ്രണ്ട് കവിനല്ലേ? പക്ഷേ ഇവർ രണ്ടും തമ്മിൽ കാണാൻ എന്തോ സ്ട്രേഞ്ച് ആയിട്ടുണ്ടല്ലോ. എടി അങ്ങനെയൊന്നുമില്ലടി, നീ എന്തിനാടി ആരാൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നോക്കുന്നതെന്ന് അവൻ പറയും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, എനിക്കറിയണം, അത് ഐറിനോട് പോയി പറയണം, വാ പോയി പരിചയപ്പെടാം, അങ്ങനെ എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ പിന്നാലെ പോകും. നമ്മൾ ഇവളങ്ങോണ്ട് ഇവൾ ആരാൻ്റെ കാര്യത്തിൽ മൂക്കിടാതെ ഇവൾക്ക് വേറെ ഒരു പണിയില്ല. അയ്യോ, ഇവളെ പിന്നാലെ പോകണമെന്ന് പറഞ്ഞിട്ട് അവനും അതേമാതിരി പിന്നാലെ പോവാണ്. പോയി നോക്കിയിട്ടും, ഹലോ കവിൻ, ഹലോ, നീ ഐറിൻ്റെ ഫ്രണ്ടാണല്ലേ? അതാ എന്താ ഇവിടെ? ഒന്നുമില്ല, ഞങ്ങൾ താഴ്ന്ന് ഞാൻ തന്നെ മീറ്റ് ചെയ്താണ്, അങ്ങനെ ഞങ്ങൾ സംസാരിക്കാൻ വന്ന, വേറെ ഒന്നുമില്ല അങ്ങനെ പറയും. വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല, ശരി, ഓക്കെ, എനിക്കൊരു പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തന്നെ അവിടെ നിന്ന് പോകും. അതേപോലെ കവിനും, എനിക്കും വേറെ പണിയുണ്ട്, ഞാനും പോവാണ്. ഇതെന്തോ സ്ട്രേഞ്ച് ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞ് അവനോട് പറയാൻ നിൽക്കുമ്പോഴത്തേന് എനിക്കും പണിയുണ്ട്, ഞാനും പോവാം അങ്ങനെ പറഞ്ഞാൽ അവനും പോവാം. ഇതെന്താ എല്ലാവരും പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ അവൻ്റെ പിന്നാലെ തന്നെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ തന്നെ ഭയങ്കര അപ്സെറ്റായിട്ട് ഒരു സൈഡിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ കവിൻ വന്നിട്ട്, അങ്ങനെയൊന്നുമില്ല, ഇപ്പം നിനക്കൊന്ന് അഡ്മിറ്റ് ചെയ്തുകൂടെ, നമ്മൾ രണ്ടുപേർ ബോയ് ഫ്രണ്ട്സ് ആണെന്ന്, ഇതിലെന്താ ഇത്ര വല്ല ഇതുള്ളത്? അങ്ങനെയല്ല, എനിക്ക് കുറച്ച് ടൈം തന്നെ അങ്ങനെ പറയും. ശരി, ഓക്കെ എന്ന് പറയുമ്പോഴത്തേനും അവനക്ക് ഐറിൻ ഫോൺ ചെയ്തിട്ട്, ഹലോ, പറ ഐറിൻ, എന്താ ഐറിൻ, ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നതാണ്, അപ്പം
തന്നെ മീറ്റ് ചെയ്തു. ഞങ്ങൾ രണ്ടാളും കുറച്ച് ഷോപ്പിങ്ങിലാണ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, ഞാൻ പിന്നെ വിളിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവിടെ ഫോൺ കട്ട് ചെയ്യാണ്. ഇവിടെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര അപ്സെറ്റിലാണ് നമ്മുടെ തന്നെ. ശരിക്കും അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.